കോട്ടയം നഗരസഭയിലെ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനെതിരെ വിമതൻ. ഏറ്റുമാനൂർ നഗരസഭയിൽ BJPക്കും LDFനും UDFനും വിമത ഭീഷണിയുണ്ട്. ഏറ്റുമാനൂർ 11-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിക്കെതിരെ ദേശാഭിമാനി ലേഖകൻ മോഹൻദാസ് മത്സരിക്കും. കോട്ടയത്ത് ചാണ്ടിയുമ്മനെ വിമർശിച്ച ജില്ലാ പഞ്ചായത്ത് അംഗം പത്രിക പിൻവലിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയിൽ UDFന് 8 വിമതന്മാരാണുള്ളത്. ഈരാറ്റുപേട്ട 3 നിലവിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അവസാന നിമിഷം ഔദ്യോഗിക സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകുന്നത് കോട്ടയത്ത് നിന്ന്. ടോബി, അവിടെ 3 മുന്നണികൾക്കുമുണ്ട് വിമത ഭീഷണി, പക്ഷേ ചില ആശ്വാസം കോൺഗ്രസിനുണ്ട്. ഇപ്പോൾ ചാണ്ടിയുമ്മനെ വിമർശിച്ച് പുതുപ്പള്ളിയിലെ യുവരാജാവ് എന്നൊക്കെ പറഞ്ഞ് പരസ്യ പ്രതികരണമൊക്കെ നടത്തിയ സ്ഥാനാർത്ഥി ഒടുവിൽ കീഴടങ്ങി അല്ലേ? തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു അത്. കാരണം ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെ വിമതനായി വരിക എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിന് ചെറിയ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയിരുന്നത്. പ്രത്യേകിച്ചും ചാണ്ടിയുമ്മനെതിരെയുള്ള രൂക്ഷ വിമർശനമാണ് ഈ റോജി എം ഫിലിപ്പോസ് എന്ന് പറയുന്ന വ്യക്തി നടത്തിയത്. അതിനെ തുടർന്ന് പാമ്പാടിയിൽ മണ്ണർകാട് ഡിവിഷനിൽ മത്സരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഫ്ലെക്സുകൾ മണ്ണർകാട് ടൗണിലൊക്കെ വെക്കുകയും അതുപോലെ തന്നെ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയിൽ ചാണ്ടിയുമ്മനുമായി നടത്തിയ ചർച്ചയിലാണ് ഈ പത്രിക പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അങ്ങനെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ അത് പിൻവലിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതൊരു ആശ്വാസമാണ്. മറ്റൊന്ന് ഈ 3 നിലവിലാണ്. 3 നിലവിൽ ഇതുപോലെ വിമതനായിട്ട് മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വന്നയാളെ ഒടുവിൽ കോൺഗ്രസിന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയാക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. അത് രണ്ടും ഒരു ആശ്വാസം പകരുന്ന കാര്യമാണ്. എന്നിരുന്നാൽ പോലും ബാക്കി സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനാണ് കൂടുതൽ വിമത ശല്യമുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരി നഗരസഭയിൽ 8 വിമത സ്ഥാനാർത്ഥികളാണ് നഗരസഭയിൽ മാത്രമുള്ളത്. 2, 11, 19, 30, 32, 33, 34 വാർഡുകളിലാണ് ഈ വിമതന്മാരുള്ളത്. അതോടൊപ്പം തന്നെയാണ് കോട്ടയം നഗരസഭയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണ വിമതിയായിട്ട് വിജയിച്ച് ചെയർപേഴ്സണായി മാറിയ ബിൻസി സെബാസ്റ്റ്യൻ ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു വിമതനായിട്ട് ഒരാൾ വന്നിരിക്കുന്നു. അവർ ജനറൽ സീറ്റിലാണ് മത്സരിക്കുന്നത്. പ്രേം എന്ന് പറയുന്ന ഒരു വ്യക്തി വിമത സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റുമാനൂർ നഗരസഭയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ 3 മുന്നണികൾക്കും വിമത ശല്യമുണ്ട് എന്നുള്ളതാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി തന്നെ മന്ത്രിയും, അതായത് VN വാസവനെ പുകഴ്ത്തി പറഞ്ഞു എന്നതിന്റെ പേരിൽ സീറ്റ് നഷ്ടമായ P രാജീവ് മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യക്തിയും കൂടിയുണ്ട്. ഒപ്പം തന്നെയാണ് LDFന് വിമതനായിട്ട് ദേശാഭിമാനിയുടെ ലേഖകനായിട്ടുള്ള മോഹൻദാസ് 11-ാം വാർഡിലേക്ക് വന്നിരിക്കുന്നത്. BJPക്ക് 32-ാം വാർഡിൽ ഒരു വിമതനുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ വിമതന്മാരുള്ളത് ഏറ്റുമാനൂർ നഗരസഭയിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അയ്മനത്ത് 20-ാം വാർഡിൽ CPI ഔദ്യോഗികമായിട്ട് മത്സരിക്കുന്ന അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് എന്ന് പറയുന്ന സീറ്റിൽ CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കാഞ്ഞിരപ്പള്ളി 8-ാം വാർഡിലേക്ക് വരികയാണെങ്കിൽ കോൺഗ്രസിനെതിരെ ലീഗ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. ലീഗിന്റെ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കാൻ തയ്യാറായതോടെ ലീഗ് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയായിരുന്നു. അങ്ങനെ വിമത ശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു ജില്ലയായിട്ട് കോട്ടയം മാറുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ സമാനമായ രീതിയിലുള്ള വിമത ശല്യങ്ങൾ ഉണ്ട് എന്നാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പാലാ നഗരസഭയിലും കോൺഗ്രസിന് വിമതയുണ്ട്. 19-ാം വാർഡിൽ മായ എന്ന് പറയുന്ന മുൻ കൗൺസിലർ മത്സരിക്കുന്നു. കരൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ സമാനമായ രീതിയിലുള്ള ഒരു വിമത ശല്യം കോൺഗ്രസിനുണ്ട്. അങ്ങനെ 3 മുന്നണികൾക്കും ഒരുപോലെ വിമത ശല്യമുള്ള ഒരു ജില്ലയായിട്ട് കോട്ടയം മാറിയിട്ടുണ്ട്. ഇനി പത്രിക പിൻവലിക്കാനുള്ള അവസരവുമില്ല. അതുകൊണ്ട് തന്നെ നേരിട്ട് മത്സര രംഗത്ത് ഇവർ ഏറ്റുമുട്ടുന്ന കാഴ്ചയാകും നമുക്ക് കാണാൻ സാധിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.